Dear students, welcome back to a new lecture. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് ലീനിയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, നമുക്ക് ഒരു സെർട്ടൻ സെറ്റ് ഓഫ് എലമെൻസിൻ്റെ ഇമേജ് തന്നാൽ അതിൽ നിന്ന് എങ്ങനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം, ഒരു 3-4 എലമെൻസിൻ്റെ ഇമേജ് തന്നിട്ട് മറ്റൊരു എലമെൻറ്റിൻ്റെ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്തരം പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനും മെട്രിക്സും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ റിലേഷൻസും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റൊട്ടേഷൻസും പ്രൊജക്ഷൻസും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ, ഇത് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോൾ എസെൻഷ്യലി ലീനിയർ ട്രാൻസ്ഫോർമേഷന് മെട്രിക്സുമായിട്ട് ബന്ധമുണ്ട്. അത് രണ്ട് തരത്തിലാണ് നമ്മൾ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന്, ഒരു മെട്രിക്സിൽ നിന്ന് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മളിവിടെ ഫസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൈമറി റിലേഷൻഷിപ്പ്. സോ ഇഫ് എ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്, ദെൻ T is equal T from Rn to Rn defined by T of V is equal to A into V. Matrix A into column vector V is a linear transformation. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, നമ്മൾക്ക് ഒരു മെട്രിക്സ് എം ബൈ എൻ മെട്രിക്സ് തരികയാണെങ്കിൽ ആ മെട്രിക്സിൽ നിന്ന് ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോം T of V is equal to AV, where T is a linear transformation from Rn to Rm. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എം ബൈ എൻ മെട്രിക്സ് ആകുമ്പോൾ Rnൽ നിന്ന് Rmലേക്കാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിന്റെ റിവേഴ്സിലാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ടു എവരി മെട്രിക്സ് ഐ ക്യാൻ ആക്ച്വലി ഡിഫൈൻ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് റിസൾട്ട്. അപ്പോൾ ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് രണ്ട് പ്രോപ്പർട്ടിയാണ്. ടി ഓഫ് യു പ്ലസ് വി ഇസിക്കൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയിരിക്കണം. ടി ഓഫ് സി വി ഇസിക്കൽ ടു സി ഇൻറ്റു ടി ഓഫ് വി ആയിരിക്കണം. അപ്പൊ ടി ഓഫ് യു പ്ലസ് വി എടുക്കുന്നു. ഇവിടുത്തെ ഡെഫിനേഷൻ ടി ഓഫ് വി ഇസിക്കൽ ടു എ വി ഉള്ളതാണ്. അപ്പൊ ടി ഓഫ് യു പ്ലസ് വി ഇസിക്കൽ ടു എ ഇൻറ്റു യു പ്ലസ് വി എന്ന് കിട്ടും. മെട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എ ഓഫ് യു പ്ലസ് വി ഇസിക്കൽ ടു എ ഓഫ് യു പ്ലസ് എ ഓഫ് വി എന്ന് എഴുതാൻ പറ്റും. എ ഓഫ് യുവിന് പകരം ടി ഓഫ് യു എന്നും എ ഓഫ് വിക്ക് പകരം ടി ഓഫ് വി എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ടി ഓഫ് യു പ്ലസ് വി ഇസിക്കൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടി ഓഫ് സി വി. ഇവിടെ ടി ഓഫ് സി വിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ടി ഓഫ് വി ഇസിക്കൽ ടു എ ഇൻറ്റു വി ആണ്. അപ്പൊ ടി ഓഫ് സി വി ഇസിക്കൽ ടു എ ഇൻറ്റു സി വി എന്ന് കിട്ടും. ഇവിടെ സി കോമൺ എടുത്ത് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ സി ഇൻറ്റു എ വി എന്ന് കിട്ടും. എ വിക്ക് പകരം ടി ഓഫ് വി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ സി ഇൻറ്റു ടി ഓഫ് വി എന്ന് എഴുതാൻ പറ്റും. സോ ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കറസ്പോണ്ടിങ് ടു എവരി മെട്രിക്സ്, എവരി എം ബൈ എൻ മെട്രിക്സ്, ദർ എക്സിസ്റ്റ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം Rn ടു Rm ഡിഫൈൻഡ് ആസ് ടി ഓഫ് വി ഇസിക്കൽ ടു എ വി. അപ്പോൾ എല്ലാ മെട്രിക്സിൽ നിന്നും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇനിയും ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് എ വി എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. വി എന്നുള്ളത് ഒരു കോളം മെട്രിക്സും ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, എക്സ്പ്രസ് ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ മെട്രിക്സ് ഫോം ടി ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു എക്സ് മൈനസ് ടു വൈ 3x പ്ലസ് വൈ. സോ ഈ ട്രാൻസ്ഫോർമേഷനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. അതായത് ടി ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു എ ഇൻറ്റു എക്സ് വൈ അല്ലെങ്കിൽ ടി ഓഫ് വി ഇസിക്കൽ ടു എ വി എന്ന രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ഈസ് ക്വൈറ്റ് ക്ലിയർ. നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ എക്സിന്റെ കോഎഫിഷ്യൻസിനെ കോളമായിട്ട് എഴുതുന്നു. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഈസ് 1, 3. സോ ദ ഫസ്റ്റ് കോളം ഈസ് 1, 3. വൈയുടെ കോഎഫിഷ്യന്റ് ഈസ് -2, -1. അതിനെ സെക്കൻഡ് കോളമായിട്ട് എഴുതുന്നു. ഇനി ഇസഡിന്റെ ഇസഡ് ഉണ്ടെങ്കിൽ ഇസഡിന്റെ കോഎഫിഷ്യൻസിനെ തേർഡ് കോളമായിട്ട് എഴുതുന്നു. ദാറ്റ്സ് ദ വേ. സോ ഇവിടുത്തെ മെട്രിക്സ് എ എന്ന് പറയുന്നത് 1, 3, -2, 1 എന്നുള്ളതാണ്. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു എക്സ് plus -2 into y, which is x minus 2y. Next is 3 into x plus 1 into y, which is 3x plus y. അപ്പം ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇങ്ങനെ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും നമുക്ക് അതിനെ ഒരു മെട്രിക്സ് ഫോമിൽ എ എക്സ് എ വി എന്ന രൂപത്തിൽ എഴുതാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടി ഫ്രം Rn to Rm ഡിഫൈൻഡ് ബൈ ടി ഓഫ് വി ഇസിക്കൽ ടു എ വി, വേർ എ ഇസിക്കൽ ടു ദ മെട്രിക്സ് കോളം 1 -2 -2, സെക്കൻഡ് കോളം 2 4 2. ഫൈൻഡ് എൻ ആൻഡ് എം ആൻഡ് ടി വി. അപ്പൊ ഇത് ഇവിടുത്തെ Rnൽ നിന്ന് Rmലേക്കാണ്. അപ്പം ഇതിൽ നിന്ന് Rനും കേസിൽ എന്നും എമ്മും കണ്ടുപിടിക്കണം. ടി ഓഫ് വിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ടി ഓഫ് വി ഇസിക്കൽ ടു എ വി എന്ന് എഴുതുമ്പോൾ ടി ഓഫ് വിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ടി Rnൽ നിന്ന് Rmലേക്കാണെങ്കിൽ മെട്രിക്സ് എം ബൈ എൻ മെട്രിക്സ് ആണ്.
സോ ഇവിടുത്തെ മെട്രിക്സ് ഒരു 3/2 മെട്രിക്സ് ആണ്. സോ 3/2 മെട്രിക്സ് ആണെങ്കിൽ M/n മെട്രിക്സ് ആണെങ്കിൽ Rn നിന്ന് Rn. അപ്പൊ 3/2 മെട്രിക്സ് ആണെങ്കിൽ R2 നിന്ന് R3യിലേക്കാണ്. സോ n is equal to 2 m is equal to 3 എന്നും കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് T of V is equal to AV എന്നുള്ള ഫോമാറ്റിലാണ്. ഞാൻ V is equal to XY എന്ന് കൊടുക്കുന്നു. സോ ഇനി നമ്മൾ A ഇൻറ്റു XY, A എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവിടെ ഉണ്ട്, XY കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ നമുക്ക് ഫസ്റ്റ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ, സോ എക്സ് പ്ലസ് 2y എന്ന് കിട്ടും ഫസ്റ്റ് എൻട്രി. നെക്സ്റ്റ് ഈസ് -2 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ വിച്ച് ഈസ് -2x പ്ലസ് 4y എന്ന് കിട്ടും. തേർഡ് ഈസ് -2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ, ദാറ്റ് ഈസ് -2x പ്ലസ് 2y എന്ന് കിട്ടും. ഇനി അഡീഷണൽ ആയിട്ട് സോ ഇതിൽ നിന്ന് T of 1 2 കണ്ടെത്തുക. എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് 2 ഇൻറ്റു 2 വിച്ച് ഈസ് ആക്ച്വലി 5 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് -2 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് കിട്ടും വിച്ച് ഈസ് ആക്ച്വലി 6. തേർഡ് ഈസ് -2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് കിട്ടും വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 2. ഓക്കെ, സോ ഇതുപോലെ തന്നെ T of 0 1 നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോബ്ലം, ഇഫ് A is equal to 0 -1 -1 0 ഫൈൻഡ് T of 1 1 പ്രീമേജ് ഓഫ് 1 2 പ്രീമേജ് ഓഫ് 0 1. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് 3 കാര്യങ്ങളാണ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിരിക്കുന്നു, 1 1ന്റെ ഇമേജ് കണ്ടുപിടിക്കണം, 1 2ന്റെ പ്രീമേജ് കണ്ടുപിടിക്കണം, 0 0യുടെയും പ്രീമേജ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എഴുതാം. നമുക്കറിയാം ഇവിടുത്തെ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ T of V is equal to AV എന്നുള്ളതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇവിടുത്തെ T of XY is equal to A into XY എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ. സോ വിച്ച് മീൻസ് 0 into X plus -1 into y which is equal to -y, -1 into x plus 0 into y which is equal to -x എന്ന് കിട്ടും. സോ T of xy is equal to -y minus x എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ. അതിൽ നിന്ന് നമുക്ക് 1 1ന്റെ ഇമേജ് ഡയറക്റ്റ്ലി കണ്ടെത്താൻ പറ്റും. എക്സിന് 1 എന്നും വൈക്ക് 1 എന്നും കൊടുക്കുമ്പോൾ T of 1 1 is equal to -1 എന്ന് കിട്ടും which is actually the image of T of 1 1. ഇനി അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടത് പ്രീമേജ് ഓഫ് 1 2 ആണ്. അതായത് 1 2 ആണ് നമുക്ക് ഇമേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 എന്തിന്റെ ഇമേജ് ആണ് നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ ഇവിടുത്തെ T of XY is equal to -y minus x ആണ്. അപ്പൊ ഇമേജ് തന്നിട്ടുണ്ട്, ഇമേജ് -y minus x ആണ്, അതിന്റെ ആൻസർ ആണ് എന്ത് 1 2. നമുക്ക് എക്സിന്റെ വൈയുടെ ആൻസർ ആണ് കണ്ടെത്തേണ്ടത്. സോ -y minus x is equal to 1 2 എന്ന് കിട്ടും വിച്ച് ഇംപ്ലൈസ് -y is equal to 1 which implies y is equal to -1 and minus x is equal to 2 which implies x is equal to -2. അപ്പോൾ നമ്മൾ പ്രീമേജ് തന്നിട്ടുണ്ടെങ്കിൽ ഇമേജ് എലമെന്റ്സ് കണ്ടുപിടിക്കുന്നത് T of XY യുടെ ആൻസർ ആയിട്ടുള്ള -y minus x അല്ലെങ്കിൽ T of XY യുടെ ആൻസർ എന്താണെങ്കിലും അത് എഴുതുന്നു, അതേ is equal to ഈ വെക്ടർ എന്ന് എഴുതുന്നു, അതിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസിൽ T of XY is equal to 0 0 ആണ്, നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. T of XYയുടെ ആൻസർ -y minus x ആണ് which is equal to 0 0 എന്ന് കിട്ടും which is -y is equal to 0 which implies y is equal to 0 minus x is equal to 0 which implies x is equal to 0 എന്ന് കിട്ടും. സോ അവിടെ ഇമേജ് ഓഫ് 0 0 0 0 തന്നെ കിട്ടും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രോബ്ലം T of 2 3 കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ x 2ഉം y 3ഉം ആണ്. T of XY is equal to -y minus x ആണ്. സോ -3 -2 എന്ന് കിട്ടും. സിമിലർലി പ്രീമേജ് ഓഫ് 2 4 എന്ന് പറയുമ്പോൾ -y minus x is equal to 2 4 എന്ന് എടുക്കുക. സോ -y is equal to 2 implies y is equal to -2, minus x is equal to 4 implies x is equal to -4 എന്നും കിട്ടും. ഓക്കെ, സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് A is equal to മെട്രിക്സ് 1 1 0 0 1 -1 എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് T of 1 2 -1 കണ്ടുപിടിക്കുക, 1 3യുടെ പ്രീമേജ് കണ്ടുപിടിക്കുക, 0 0യുടെ പ്രീമേജ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് ആദ്യം T of XYZ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. T of XYZ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, A into XYZ എന്ന് എടുക്കുക. മെട്രിക്സ് A എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. സോ 1 into x പ്ലസ് 1 into y പ്ലസ് 0 എന്ന് കിട്ടും, ദാറ്റ് ഈസ് x പ്ലസ് y എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് 0 into x പ്ലസ് 1 into y പ്ലസ് -y into z എന്ന് കിട്ടും, ദാറ്റ് ഈസ് y മൈനസ് z എന്ന് കിട്ടും. സോ T of XYZ is equal to x പ്ലസ് y മൈനസ് z എന്നുള്ളതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് A നെ XYZ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അത്. ഓക്കെ, അപ്പം ഇനിയും 1 2 -1ന്റെ ഇമേജ് കണ്ടുപിടിക്കണം. എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് -1 എന്ന് കൊടുക്കുക. സോ x പ്ലസ് 5 becomes 1 plus 2 is equal to 3. നെക്സ്റ്റ് ഈസ് y minus z is equal to 2 minus -1 which is equal to 3 എന്ന് കിട്ടും.
സോ ഇമേജ് കിട്ടി. നെക്സ്റ്റ് ഈസ് നമുക്ക് കണ്ടെത്തേണ്ടത് പ്രീ ഇമേജ് ഓഫ് 1, 3 കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഇമേജ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ വൈ പ്ലസ് ഇസഡ് എന്നുള്ളതാണ് ഇമേജ്. അതിൽ നിന്നും നമുക്ക് എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വാല്യൂ കണ്ടെത്തണം. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നെടുക്കുക, വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 എന്നെടുക്കുക. അതിൽ നിന്ന് എക്സിന്റെയും വൈയുടെ ഇസഡിന്റെ വാല്യൂ കണ്ടെത്തുക. സോ ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഇവിടെ ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടെ ആക്ച്വലി 3 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷൻസേ ഉള്ളൂ. സോ വിച്ച് മീൻസ് 3 വേരിയബിൾസും 2 ഇക്വേഷൻസും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതിന് യുണീക് സൊല്യൂഷൻസ് ഇല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. അതിനൊപ്പം നമ്പർ ഓഫ് ഇക്വേഷൻസ് മൈനസ് നമ്പർ ഓഫ് വേരിയബിൾസിന് നമ്മൾ കോൺസ്റ്റൻസ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷൻസ് ഉണ്ട്. സോ നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 3 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1. 1 വേരിയബിളിന് കോൺസ്റ്റന്റ് കൊടുക്കണം. രണ്ടിനും കോമൺ ആയിട്ടുള്ള വേരിയബിൾ വൈ ആയതുകൊണ്ട് വൈക്ക് കോൺസ്റ്റന്റ് കൊടുക്കുന്നു. സോ വൈ ഈസ് ഈക്വൽ ടു നമ്മൾ കെ എന്ന് ചൂസ് ചെയ്യുന്നു. സോ അതിൽ നിന്ന് എക്സ് കണ്ടെത്താൻ സാധിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് കെ. ഇവിടെ നിന്ന് ഇസഡ് ഈസ് ഈക്വൽ ടു y മൈനസ് 3 എന്ന് കിട്ടും, ദാറ്റ് ഈസ് കെ മൈനസ് 3 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ 1 മൈനസ് കെ മൈനസ് 3 എന്നുള്ളതാണ് നമ്മുടെ 1, 3യുടെ പ്രീ ഇമേജ് എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് 1, 3ലേക്ക് മാർക്ക് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 0, 0യുടെ പ്രീ ഇമേജ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് 0, വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് 0 എന്ന് എടുക്കുക. ഇവിടെയും നമുക്ക് 2 ഇക്വേഷൻ, 3 വേരിയബിൾസ്, നമ്പർ ഓഫ് വേരിയബിൾസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ്. സോ നമ്പർ ഓഫ് ഇക്വേഷൻസ് മൈനസ് നമ്പർ ഓഫ് വേരിയബിൾസിന് കോൺസ്റ്റന്റ് കൊടുക്കണം, വിച്ച് ഈസ് 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 വേരിയബിളിന് കോൺസ്റ്റന്റ് കൊടുക്കണം. സോ വിച്ച് മീൻസ് ഇവിടെ കോമൺ ആയിട്ടുള്ള വേരിയബിൾ വൈ ആണ്, വൈക്ക് കെ കൊടുക്കുക. സോ ഇവിടെ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടും, ദാറ്റ് ഈസ് മൈനസ് കെ എന്ന് കിട്ടും. ഇസഡ് ഈസ് ഈക്വൽ ടു വൈ എന്ന് തന്നെ കിട്ടും. സോ ഇസഡ് ഈസ് ഈക്വൽ ടു കെ എന്ന് തന്നെ കിട്ടും. സോ വൈക്ക് കെ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സോ മൈനസ് കെ എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് മൈനസ് കെ എന്ന് പറയുന്ന ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് നമ്മുടെ എലമെന്റ്സ് 0, 0യിലേക്ക് മാർക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ് T of 2, 1, 0.